വെൽക്കം ബാക്ക് ടു SH ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരി KG സെക്ഷൻ LKG A എപ്പിസോഡ് നമ്പർ 3. ഹായ് മക്കളെ, കുഞ്ഞുവാവകളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇരിക്കുന്നു അല്ലേ? ഇന്ന് നമുക്ക് മലയാളം പഠിക്കാം. മലയാളത്തിലെ അക്ഷരങ്ങളെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയില്ലേ? ഏതൊക്കെയാണവ? റ, പിന്നെയോ ര അല്ലേ? 2 അക്ഷരങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടു. ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് 5 സുഹൃത്തുക്കളുടെ കഥയാണ്. സുഹൃത്തുക്കൾ എന്നാൽ ആരാണ്? കൂട്ടുകാർ. 5 കൂട്ടുകാർ, അവരുടെ കഥയാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ഒരിടത്ത് അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത് 5 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവർ 5 പേരുടെയും പേര് റ എന്നായിരുന്നു. 5 റാകൾ. റ, 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 റ. അങ്ങനെ റ എന്ന പേരുള്ള 5 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരു ദിവസം ഈ കൂട്ടുകാർ വിചാരിച്ചു, നമുക്ക് കാട്ടിലേക്ക് പോയാലോ? എന്തിനാ കാട്ടിലേക്ക് പോകുന്നത്? വെറുതെ നടക്കാൻ, പ്രകൃതി സൗന്ദര്യം കാണാൻ. എല്ലാവരും ശരിയെന്ന് തീരുമാനിച്ചു. അവർ പറഞ്ഞു, നമുക്ക് പോകുന്ന വഴി രാ എന്ന ആളിനെ കൂടി കൂട്ടിയാലോ? എല്ലാവരും സമ്മതിച്ചു, നമുക്ക് രായെ കൂടി കൂട്ടാം. ഇവർ രാ എന്ന അക്ഷരത്തിനടുത്ത് ചെന്ന് പറഞ്ഞു, പോരുന്നോ ഞങ്ങളുടെ കൂടെ? രാ ചോദിച്ചു, എവിടേക്കാ? കാട്ടിലേക്ക്. രാ പറഞ്ഞു, അയ്യോ, എനിക്ക് നടക്കാനാവതില്ല. എന്തു പറ്റി? രായോടവർ ചോദിച്ചു. അപ്പോൾ രാ പറഞ്ഞു, ഞാൻ ഇന്നലെ നടന്നപ്പോൾ കല്ലിൽ തട്ടി എൻ്റെ കാലിലെ നഖം മുറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. നഖം അറിയില്ലേ? നമ്മുടെ വിരലിലെ നഖം. നമ്മുടെ കൈവിരലുകളിലും നഖമുണ്ട്, കാൽവിരലുകളിലും നഖമുണ്ട് അല്ലേ? അപ്പോൾ രാ പറഞ്ഞു, എൻ്റെ നഖം മുറിഞ്ഞതുകൊണ്ട്, എന്തു മുറിഞ്ഞതുകൊണ്ട്? നഖം മുറിഞ്ഞതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. റാകൾ പറഞ്ഞു, ശരി, ഞങ്ങൾ പൊയ്ക്കോളാം. ഈ 5 റാകൾ കൂടി, 5 കൂട്ടുകാർ കൂടി വളരെ സാവകാശം നടന്നു. അവർ പോയ വഴി പ്രകൃതി സൗന്ദര്യമെല്ലാം കണ്ടു. തുള്ളിച്ചാടിയാ അവർ നടന്നത്. എങ്ങനെ? തുള്ളിച്ചാടി. നിങ്ങൾ തുള്ളിച്ചാടി നടക്കാറുണ്ടോ? ഉണ്ടല്ലേ? ഈ റാകൾ തുള്ളിച്ചാടി നടന്നു. പോകുന്ന വഴിയിൽ മരങ്ങൾ കണ്ടു, പഴങ്ങൾ കണ്ടു, ചെറിയ മൃഗങ്ങളെ കണ്ടു. പിന്നെ അവർ മുമ്പോട്ട് നടന്നു പോയ വഴി വെള്ളം ഒഴുകുന്ന സ്വരം അവർ കേട്ടു. വെള്ളം ഒഴുകുന്ന സ്വരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ നല്ല ഭംഗിയല്ലേ? കളകളനാദം, അങ്ങനെയാണ് കേൾക്കുന്നത് അല്ലേ? പുഴയിലൂടെ വെള്ളം ഒഴുകുന്ന സ്വരം അവർ കേട്ടു. അവർ അവിടേക്ക് പോയി. അവർ ആ സ്വരം കേട്ട സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അതാ ഒരു നദി. നദി എന്ന് പറഞ്ഞാൽ അറിയുമോ? പുഴ, വെള്ളമൊഴുകുന്ന നദി. ആ നദി അവർ കണ്ടു.
അവർ നദിയുടെ കരയിൽ ചെന്ന് നിന്നു. നോക്കി, വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് സന്തോഷമായി. അവർ വെള്ളമെടുത്ത് മുഖം കഴുകി, കൈ കഴുകി, കാല് കഴുകി. അവർ പുഴക്കരയിലിരുന്ന് വെള്ളത്തിലേക്ക് കാലിട്ട് തട്ടിക്കളിച്ചുകൊണ്ടേയിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്ന് എന്തോ ഒന്ന് ഉയർന്നു വരുന്നത് അവർ കണ്ടു. അവർ ഭയന്നു. അവർ നോക്കിയപ്പോൾ ഒരു പാമ്പ് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്നു. അവർക്ക് ഭയമായി. അവർ ഭയന്ന് തിരികെ ഓടി. ഭയന്നോടിയപ്പോൾ അവർ 5 പേരും ചിതറി പല സ്ഥലങ്ങളിലേക്കായിപ്പോയി. 2 റാകൾ ഒന്നിച്ച് ഓടി. ബാക്കി 3 പേർ എവിടെയോ പോയി ഒളിച്ചു. ഈ ഒന്നിച്ചു പോയ 2 റാകൾ ഭയന്ന് 2 കൈയും ഇറുകെ പിടിച്ച് അവർ ഓടി 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 വീട്ടിലെത്താൻ ശ്രമിച്ചു. അങ്ങനെ അവർ കൈ ഇറുകെ പിടിച്ച് ഓടി. കുറേ സമയം കഴിഞ്ഞപ്പോൾ അവരുടെ കൈകൾ രണ്ടും ഒട്ടിപ്പോയി. 2 റായുടെയും കൈകൾ ഒട്ടിപ്പോയി. അപ്പോൾ എങ്ങനെയായിരിക്കും അവർ ഇരിക്കുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. ഇതാ ഇങ്ങനെയാണ്. 2 റാകൾ ഒട്ടിയപ്പോൾ ഇങ്ങനെ ഇരുന്നു. ഇത് നമ്മുടെ മലയാളത്തിലെ ഒരക്ഷരമാണ്. ന. പറയൂ, ന. 2 റാകൾ ഒട്ടിയിരിക്കുന്നു അല്ലേ? ഇതാണ് ന. ഇതിനെ നമ്മൾ ന എന്നും പറയും. ന അല്ലെങ്കിൽ ന. ഇപ്പോൾ നമ്മൾ ന എന്ന അക്ഷരം ഉൾപ്പെട്ട് 2 വാക്കുകൾ പറഞ്ഞു നമ്മുടെ കഥയിൽ. ഏതൊക്കെയാണ്? നദി, നഖം. അത് നിങ്ങൾ പഠിച്ചല്ലോ. ഇനി മറ്റേതൊക്കെ വാക്കുകൾ നിങ്ങൾക്കറിയാം? ന്യായോ നായോ ഉപയോഗിച്ച് പന, മന മുതലായവ അല്ലേ? ഇതുകൂടാതെ ടീച്ചർക്കറിയാത്ത ഏതെല്ലാം വാക്കുകൾ നിങ്ങൾക്കറിയാം? ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഉത്തരം കിട്ടുമെങ്കിൽ ടീച്ചറിനെ അറിയിക്കണേ. ഇനി 2 റായേ തിരികെ വന്നുള്ളൂ. ബാക്കി 3 പേർ എവിടെയാണെന്ന് നമുക്കറിയില്ല അല്ലേ? അടുത്ത ദിവസം ടീച്ചർ വരുമ്പോൾ അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരാം. കേട്ടോ? കഥ ഇഷ്ടമായോ? ഇപ്പോൾ നമ്മൾ എത്ര അക്ഷരങ്ങൾ പഠിച്ചു? റാ, രാ, ന. 3 അക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? ഇനി ടീച്ചർ ഒരു കാര്യം പറയാം. ഈ അക്ഷരങ്ങളെ നമ്മൾ സ്നേഹിക്കണം. അക്ഷരങ്ങളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് ആളുകൾ? നമ്മുടെ പുറത്ത് തലോടും അല്ലേ? നമ്മുടെ പുറത്ത് തലോടും. അതുപോലെ നമുക്ക് അക്ഷരങ്ങളെയും തലോടാം. അക്ഷരങ്ങളെ തലോടുന്നത് എങ്ങനെയാണ്? ടീച്ചർ പറഞ്ഞു തരാമേ. നിങ്ങളുടെ ചൂണ്ടുവിരലെടുക്കൂ, വലത് കൈയിലെ ചൂണ്ടുവിരലെടുക്കൂ. എന്നിട്ട് നമുക്ക് അവയെ തലോടാം. എങ്ങനെയാണ്? തലോടിയോ? റായെ തലോടൂ. ഇനി രായെ തലോടൂ. ഇനി ന്യായെ തലോടൂ. ഇനി നാം പറഞ്ഞ നദി എന്ന ചിത്രം, നദിയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് നദി. കണ്ടോ? ഇത് നഖം. കണ്ടോ?
ഇനി മറ്റൊരു കഥയുമായി, അല്ല നമ്മുടെ ബാക്കി റാകളുടെ കഥയുമായി ടീച്ചർ മറ്റൊരു ദിവസം എത്താമേ. ഇപ്പോൾ ടീച്ചർ നല്ലൊരു പാട്ട് കേൾപ്പിക്കാമേ. ബൈ ബൈ. Hi babies, good morning. How are you all? Are you happy now? Okay. Welcome back to our English class. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ലൈൻസ് ആൻഡ് സ്ട്രോക്സ് പഠിച്ചിരുന്നു അല്ലേ? ഒരു ഗെയിം ടീച്ചർ നിങ്ങളെ പഠിപ്പിച്ചു. എല്ലാവരും അത് ചെയ്തോ? ഓർക്കുന്നില്ലേ? സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ ഓർക്കുന്നില്ലേ? ഓക്കെ. അത് ബോർഡിൽ ടീച്ചർ ഡ്രോ ചെയ്ത് കാണിച്ചിരുന്നു അല്ലേ? മറന്നുപോയോ? ടീച്ചർ ഒന്നുകൂടി കാണിക്കാമേ. മറന്നു പോയെങ്കിൽ ഒന്നുകൂടി കാണിക്കാമേ. ഓക്കെ. Standing line, standing line. Sleeping line, sleeping line. Right slanting line, right slanting line. Left slanting line, left slanting line. Next, left curve, left curve. Right curve, right curve. Upward curve, upward curve. Downward curve, downward curve. Next, zigzag line, zigzag line, zigzag. Circle, circle. Once again, standing line, sleeping line, right slanting line, left slanting line, left curve, right curve, circle, zigzag line. ചെയ്യാൻ അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ അറിയില്ലേ? അറിയാമല്ലേ? അന്ന് ആ ഗെയിം പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞിരുന്നു ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് എഴുതണമെങ്കിൽ ഇത് ആവശ്യമാണെന്നല്ലേ? എല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ? ഇന്ന് ടീച്ചർ നിങ്ങളെ ഒരു ട്രീ ആണ് പരിചയപ്പെടുത്തുന്നത്. ട്രീ. ആ ട്രീയിൽ കുറച്ച് സാധനങ്ങളുണ്ട്. നോക്കൂ, ലെറ്റേഴ്സ് അല്ലേ? ലെറ്റേഴ്സ് ആണിത്. ഇനി ടീച്ചർ ഒരു കാര്യം പറയാം. നമ്മൾ ഇംഗ്ലീഷാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? എന്താണ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് ഇസ് എ ലാംഗ്വേജ് അല്ലേ? ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഭാഷയാണ്. ഏതൊരു ഭാഷയ്ക്കും ഏതൊരു ലാംഗ്വേജിനും എഴുതണമെങ്കിലും വായിക്കണമെങ്കിലും അതിന് അടിസ്ഥാനമായ
അക്ഷരങ്ങൾ വേണം, ലെറ്റേഴ്സ് വേണം അല്ലേ? മലയാളത്തിൽ അക്ഷരങ്ങളുണ്ട്, ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ലെറ്റേഴ്സിന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നാണ്. എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഉണ്ട്. മനസ്സിലായില്ല അല്ലേ? 26 അക്ഷരങ്ങളുണ്ട്, 26 ലെറ്റേഴ്സ്, 26 ലെറ്റേഴ്സ്. ഈ 26 ലെറ്റേഴ്സും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വിഷമിക്കേണ്ട. സ്കൂളിൽ വരുമ്പോഴും ടീച്ചർ പഠിപ്പിച്ചു തരും. ഇതിൽ ഓരോന്നും ഇപ്പോൾ ടീച്ചർ ഇതിൻ്റെയൊക്കെ നെയിം നിങ്ങളോട് പറയാം. പിന്നീട് ഇതിൽ ഓരോന്നും എന്താണെന്ന് ടീച്ചർ പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ഉണ്ടെന്ന്. ഈ 26 ലെറ്റേഴ്സിനും ഓരോ ബേബീസ് ഉണ്ട്. ബേബീസ് ഉണ്ടെങ്കിൽ എന്താ ഈ ലെറ്റേഴ്സ്? അമ്മമാരല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ 26 ലെറ്റേഴ്സിനെയാണ് അമ്മമാരെന്ന് പറയുന്നത്, ടീച്ചർ പറഞ്ഞത്. ഈ 26 അമ്മമാർക്കും ഓരോ ബേബീസും ഉണ്ട്. ഈ ബേബീസിന് പറയുന്നത് സ്മോൾ ലെറ്റേഴ്സ്. അപ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്ററിന് ഒരു സ്മോൾ ലെറ്റർ ഉണ്ട്. അത് പിന്നീട് ടീച്ചർ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ ആ 26 ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടീച്ചർ പറയുന്നത് പോലെ നിങ്ങൾ പറയാമോ? ചിലർക്കൊക്കെ അറിയാം അല്ലേ? അറിയാത്ത ബേബീസ് നമ്മുടെ കൂടെ ഉണ്ട്. ആ ചക്കരക്കുട്ടന്മാരെ കൂടെ നമുക്ക് പഠിപ്പിക്കണ്ടേ? അതുകൊണ്ട് ടീച്ചർ പറയുന്നത് പോലെ നിങ്ങൾ പറയുമോ? Look here. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ടീച്ചർ എങ്ങനെയാണ് ലെറ്റർ വായിച്ചതെന്ന് നിങ്ങൾ കേട്ടോ? ഇതുപോലെ നിങ്ങൾക്ക് വായിക്കാൻ അറിയാമോ? അറിയില്ലെങ്കിൽ സ്കൂളിൽ വരുമ്പോൾ ടീച്ചർ പഠിപ്പിക്കാം. വായിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു റൈം കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ തനിയെ ഈ 26 ലെറ്റേഴ്സും പറയാൻ പഠിക്കും. Let us try. Okay, we will meet at the next English class. Till then, bye-bye. Come, little children, come to me. I will teach you ABC. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. Come, little children, come to me. I will teach you ABC. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഹായ് ബേബീസ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാ ഗുഡ് മോർണിംഗ് പറയാ? ഇങ്ങനെ ഗുഡ് മോർണിംഗ്,
Good morning. Okay. How are you all? Okay. You are fine. Then, കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞ കഥയിലെ അപ്പുവിനെ മറന്നോ? ഇല്ല അല്ലേ? അപ്പു എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ദാ നിൽക്കുന്നു. അപ്പു ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞപ്പോൾ അപ്പുവിൻ്റെ ചില ബോഡി പാർട്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എങ്കിൽ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? ശരി. വി ക്യാൻ സീ വിത്ത് അവർ ഐസ്. We can hear with our ears. Okay. We can smell with our nose. We can speak with our mouths. We can write with our hands. We can walk with our legs. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, ടീച്ചറിനറിയാം. ഓക്കെ. ഇന്ന് ആ അപ്പുക്കുട്ടൻ്റെ മറ്റു ചില ബോഡി പാർട്സിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു കേട്ടോ. അപ്പുക്കുട്ടൻ തിരികെ വീട്ടിലേക്ക് വന്നതുവരെ ടീച്ചർ പറഞ്ഞിരുന്നു, സ്റ്റോറി പറഞ്ഞിരുന്നു അല്ലേ? അപ്പുക്കുട്ടൻ അമ്മയുടെ അടുത്തേക്ക് വന്നു. അമ്മ ചോദിച്ചു, അപ്പു പല്ല് തേച്ചോ? തേച്ചു, പല്ല് തേച്ചു എന്ന് പറഞ്ഞു. പല്ലെന്താണ്? ടീത്ത്. ടീത്ത് അല്ലേ? ഇതാണ് ടീത്ത്. പല്ല് തേക്കണ്ടേ? അത് നമ്മുടെ ശരീരത്തുള്ള ഒരു പാർട്ടല്ലേ, ഒരു അവയവമല്ലേ? അതൊരു ബോഡി പാർട്ടാ അല്ലേ? നമുക്ക് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാൻ, ച്യൂ അല്ലേ? യു ക്യാൻ ച്യൂ. നമുക്ക് ഭക്ഷണം ചവച്ചരച്ച് കഴിക്കണമെങ്കിൽ ടീത്ത് വേണം അല്ലേ? അപ്പു പല്ല് തേച്ചു. അപ്പോൾ അപ്പുവിന് അമ്മ പാല് കൊടുത്തു കുടിക്കാൻ. പാല് കൊടുത്തു. അപ്പു ശരീരത്തിൻ്റെ ഏത് പാർട്ട് വെച്ചാ, ഏത് ബോഡി പാർട്ട് വെച്ചായിരിക്കും അത് കുടിച്ചത്? മൗത്ത് വെച്ചിട്ടല്ലേ? അപ്പു പാലിങ്ങനെ കുടിച്ചു. പാലിന് നല്ല മധുരം, സ്വീറ്റ് അല്ലേ? മിൽക്ക് സ്വീറ്റാണ്, മിൽക്ക് സ്വീറ്റ് മിൽക്കാണ്. അപ്പു ആ പാലിൻ്റെ മധുരം എങ്ങനെയായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക? വിത്ത് ഹിസ് ടങ്. ദിസ് ഈസ് ടങ്, നാവ് അല്ലേ? നാവ് ഉപയോഗിച്ചാണ് നമ്മൾ ടേസ്റ്റ് അറിയുന്നത്. വി ക്യാൻ ടേസ്റ്റ് വിത്ത് അവർ ടങ് അല്ലേ? ടങ് ഉപയോഗിച്ചാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മൗത്തിൽ വേറെ ഏതൊക്കെ പാർട്സ് ഉണ്ട്? ലിപ്പുണ്ട്, ടീത്ത്, ടങ് അല്ലേ? അപ്പു പാല് കുടിച്ചത് വായിലൂടെയാണെങ്കിലും ഏത് വഴി കൂടിയാണ് ഇത് താഴെ വയറിലേക്ക് പോയത്? തൊണ്ട. ഇത് കഴുത്ത് അല്ലേ? കഴുത്ത്. ഇത് നെക്കാണ്, നെക്ക്. നെക്ക് എന്താണ്? കഴുത്ത്. ഈ പാർട്ട്, ദിസ് പാർട്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇല്ലേ നെക്ക്? അല്ലേ? കുഞ്ഞു കുഞ്ഞു നെക്ക് ടീച്ചർ കാണുന്നുണ്ട്, സ്മോൾ നെക്ക് നിങ്ങളുടെ. അങ്ങനെ അപ്പു ആ പാല് കുടിച്ചു. പാല് കുടിച്ചിട്ട് അപ്പു വായിലൂടെ കുടിച്ച പാൽ എവിടേക്കാ പോയത്? എവിടേക്കാണ്? വയറിലേക്ക് അല്ലേ? അത് സ്റ്റൊമക്ക്. അപ്പുവിൻ്റെ സ്റ്റൊമക്കിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ സ്റ്റൊമക്കിൽ എന്തെല്ലാം ഉണ്ടിപ്പോൾ? ഞാൻ പറയട്ടെ, ചോക്ലേറ്റ് കാണും. അപ്പ വരുമ്പോൾ ചോക്ലേറ്റ് വാങ്ങി വരും അല്ലേ? എല്ലാ ദിവസവും ചോക്ലേറ്റ് കഴിക്കണ്ട കേട്ടോ. അപ്പ വരുമ്പോൾ ചോക്ലേറ്റ് വാങ്ങി വരും അല്ലേ? എല്ലാ ദിവസവും ചോക്ലേറ്റ് കഴിക്കണ്ട കേട്ടോ. ഇടയ്ക്കൊക്കെ കഴിച്ചോളൂ. പിന്നെന്തുണ്ട്? ബിസ്ക്കറ്റുണ്ട്, ചോറുണ്ട്, മീൻകറിയുണ്ട്, ചപ്പാത്തിയുണ്ട്,
രാവിലെ മുതൽ എന്തെല്ലാമാ കഴിച്ചിരിക്കുന്നത്? അതെല്ലാം നിങ്ങളുടെ സ്റ്റൊമക്കിലുണ്ടല്ലേ. എപ്പോഴും നമ്മൾ സ്റ്റൊമക്ക് ഫുള്ളാക്കി വെക്കണം, വേണ്ടേ? സ്റ്റൊമക്ക് ഫുള്ളാക്കി വെക്കണം, ഫുൾ സ്റ്റൊമക്കായിരിക്കണം, വയറ് നിറച്ച് വെക്കണം അല്ലേ. ഓക്കെ. അപ്പു പാല് കുടിച്ച് വയറ് നിറച്ചു. അല്ല, പാല് മാത്രമല്ല, അപ്പു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അമ്മ അപ്പുവിന് വാരി കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വാരി കൊടുത്തു. വയറ് നിറഞ്ഞു. അപ്പുവിന് എന്നെ അമ്മ നോക്കി. അപ്പു പുറത്തിറങ്ങിയിട്ട് വന്ന് അപ്പുവിൻ്റെ ശരീരത്ത് എവിടെയെങ്കിലും അഴുക്ക് പുരണ്ടിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ അപ്പുവിൻ്റെ മുട്ടില് മണ്ണ് പുരണ്ടിട്ടുണ്ട്. ബട്ടർഫ്ലൈൻ്റെ കൂടെ കളിച്ചതല്ലേ. മുട്ടെന്താണ്? നീ. അപ്പുവിൻ്റെ നീ എവിടെയാ ഉള്ളത്? നമ്മുടെ ലെഗ്സിൽ അല്ലേ. നമ്മൾ നടക്കുന്ന ലെഗ്സിൽ നീ ഉണ്ട്. നീ 2 knees ഉണ്ട്. 2 knees ഉണ്ട്. നമുക്ക് 2 knees ഉണ്ട്. അപ്പുവിൻ്റെ 2 kneesഉം അമ്മ തുടച്ചു കൊടുത്തു അല്ലേ, തൂത്തു കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അപ്പുവിൻ്റെ കാൽപാദത്തിൽ പൊടിയുണ്ട്. എന്താ കാൽപാദം? ഫുട്ട് അല്ലേ. ഫുട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന ആ ലെഗിലെ ഏറ്റവും താഴെയുള്ള ആ പാർട്ട്, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ആ പാർട്ട്, അതെന്താണ്? ഫുട്ടുണ്ടല്ലേ. അതൊക്കെ തൂത്ത് കളഞ്ഞു. ഫുട്ടിൽ പിന്നെ എന്താ ഉള്ളത്? ഫുട്ടിൽ വിരലുകളുണ്ടേ, ഉണ്ട് അല്ലേ. കാൽപാദത്തിൽ കാൽവിരലുകളുണ്ട്. അതെന്താണെന്നോ? ടോസ്. കഴിഞ്ഞ ദിവസം ടീച്ചർ ഒരു റൈം നിങ്ങൾക്ക് തന്നിരുന്നു. ആ റൈമിലുണ്ടല്ലോ, നീസ് ആൻഡ് ടോസ്. ഓർക്കുന്നുണ്ടോ? എല്ലാവർക്കും നീസും ഉണ്ട്, ടോസും ഉണ്ടല്ലേ. ടീച്ചർ ഇപ്പോൾ പറഞ്ഞ പാർട്സ് എല്ലാവർക്കും ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? നിങ്ങളുടെ എല്ലാം ബോഡിയിൽ ഈ പാർട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്? ഫുട്ടിൽ എന്തുണ്ട്? ഓക്കെ, ടോസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹാൻഡിലെ ഫിംഗേഴ്സ് എന്താ? ഹാൻഡിലെ വിരലുകൾ ഫിംഗേഴ്സ് ആണ്, പക്ഷേ ഫുട്ടിലെ വിരലുകൾ ടോസ് ആണ്. ദീസ് ആർ ഫിംഗേഴ്സ്, ബട്ട് ഈ ഫുട്ടിലുള്ളത് ടോസ് അല്ലേ. ഇപ്പോൾ നമ്മൾ അപ്പുവിൻ്റെ ശരീരത്തെ ഏതൊക്കെ പാർട്സ് നമ്മൾ പഠിച്ചു? ബോഡി പാർട്സ് നമ്മൾ പഠിച്ചു. ടീച്ചർ ഒന്നുകൂടെ പറയട്ടെ. ഹെഡ്, ടച്ച് യുവർ ഹെഡ്. ദിസ് ഈസ് ഹെഡ്. ദീസ് ആർ ഐസ്. ദിസ് ഈസ് നോസ്. ദീസ് ആർ ഇയേഴ്സ്. ദിസ് ഈസ് മൗത്ത്. These are lips, teeth, tongue, neck, shoulders, hands, fingers, stomach, legs, knees, toes. ഇത്രയും ബോഡി പാർട്സ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പുവിൻ്റെ ബോഡിയിലുള്ള എല്ലാ ബോഡി പാർട്സും നിങ്ങളുടെ ബോഡിയിലും ഉണ്ട്. നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് ഓരോന്നിൻ്റെയും പേര് പറയുമോ? ഓക്കെ, എങ്കിൽ മറ്റൊരു കഥയുമായി ടീച്ചർ വീണ്ടും വരാം. ഇപ്പോൾ ടീച്ചർ ഒരു റൈം കേൾപ്പിക്കാമേ. ബൈ. 10 little fingers, 10 little toes, 2 little ears and 1 little nose, 2 little eyes that shine so bright, and 1 little mouth to kiss mother good night. Look at the picture. This is Appu. These are the parts of Appu's body parts. This is his head. This is his head. Then this is the hair. His hair എന്താണ്? തലമുടി. This is his hair. And this is his forehead. What is forehead? നെറ്റിക്കാണ് പറയുന്നത് forehead എന്ന്.
This is his forehead. And these are two eyes. This is his nose. These are his ears. Ears. And this is his mouth. 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 And this is his neck. Neck. These are his shoulders. Shoulders. This is his chest. Chest. What is chest? നെഞ്ച്. നെഞ്ചിനാണ് ചെസ്റ്റ് എന്ന് പറയുന്നത്. This is his chest. These are his hands. Hands. These are his hands. Two hands. Two hands. And these are his fingers. Fingers. These are his fingers. This is also finger. Fingers. And this is his stomach. This is his stomach. Stomach. These are his legs. Legs. Two legs are here. Two legs. And this is his knee. Knee. Knees. And these are his toes. Toes. These are toes. Where is the toes? Foot. This is his foot. 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 And here he has the toes. Toes. These are the body parts. And look here. We walk with our legs. We hold things with our hands. We can hold things with our hands. We carry things with our head. കണ്ടോ, ഒരു ഗേൾ തലയിൽ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് പോകുന്നത് കണ്ടോ? We carry things with on our head. Head. This is the head. This is the head. We smell with our nose. We smell with our nose. We kick the ball. The boy is kicking. Kick the ball with our legs. Legs. These are our body parts. ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ടീച്ചർ വരുന്നത് കാത്തിരിക്കുകയാണോ? അതെ അല്ലേ, നിങ്ങൾ വരുന്നത് കാത്ത ടീച്ചറും ഇരിക്കുകയാണ്. എങ്കിൽ ഇന്ന് നമുക്കല്പം മലയാളം പഠിച്ചാലോ? കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞ കഥയുടെ ബാക്കി പറയാനുണ്ട്. ഓർക്കുന്നില്ലേ നമ്മുടെ റാകളുടെ കഥ? റാ. 5 സുഹൃത്തുക്കൾ, 5 കൂട്ടുകാരുണ്ടായിരുന്നു. റാ എന്ന പേരുള്ള 5 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവര് നദിയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയന്ന് ഓടിയത് ഓർക്കുന്നുണ്ടോ? അതിൽ 2 റാകൾ മാത്രമേ തിരികെ എത്തിയുള്ളൂ. ടീച്ചർ പോയി അന്വേഷിച്ചു, ബാക്കി 3 റാകൾ എവിടെ? ടീച്ചർ അന്വേഷിച്ച് ചെന്നപ്പോൾ അവിടെ ഒരു റാ ഓടിയ വഴി വീണു, താഴെ വീണു. താഴെ വീണപ്പോൾ റായുടെ കാല് ഒടിഞ്ഞു. ഒടിഞ്ഞപ്പോൾ റായ്ക്ക് ഓടാൻ പറ്റിയില്ല. റാ അവിടെയുള്ള ഒരു മരപ്പൊത്തിൽ കയറി ഒളിച്ചിരുന്നു. പിറ്റേ ദിവസമാണ് റാ തിരികെ എത്തിയത്. അപ്പോൾ റായുടെ കാല് ഒടിഞ്ഞിരിക്കുന്നു. റായുടെ കാൽ ഒടിഞ്ഞിരുന്നാൽ എങ്ങനെയായിരിക്കും? ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ടീച്ചർ കാട്ടിത്തരാമേ. ഇങ്ങനെയാണ് റാവയുടെ കാലൊടിഞ്ഞപ്പോൾ ഇരുന്നത്. ഇതും മലയാളത്തിലെ ഒരക്ഷരമാണ്. ഇതിൻ്റെ പേരാണ് ദ. ദ പറയൂ. ദ. ദ എന്ന അക്ഷരം ചേർത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പറയാനറിയാം?
ദീപം. ശരിയാണോ? ദൂരെ. അങ്ങനെ പല വാക്കുകളും ഉണ്ടല്ലേ. അങ്ങനെ ആ റായുടെ കാലൊടിഞ്ഞ് ദ എന്ന അക്ഷരമായി തീർന്നു അല്ലേ. പിന്നീട് ഇനി നമുക്ക് 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. വീണ്ടും അന്വേഷിച്ചു പോയി. അപ്പോൾ കുറ്റിക്കാട്ടിൽ 2 റാകൾ ഒളിച്ചിരുന്നു. അവരിറങ്ങി വന്നപ്പോൾ അവർ കൈ രണ്ടും കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു, കൈ കോർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. 2 പേരും പേടിച്ചിട്ട് കൈ കോർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. 2 റാകൾ കൈ കോർത്ത് പിടിച്ചാൽ എങ്ങനെയിരിക്കും? സങ്കല്പിച്ച് നോക്കൂ. ഇങ്ങനെയാണോ ഇരിക്കുക? അതെ അല്ലേ. ഇതും നമ്മുടെ മലയാള ഭാഷയിലെ ഒരക്ഷരമാണ്. ഈ അക്ഷരത്തിൻ്റെ പേരാണ് ത. ത എന്ന അക്ഷരം ചേർത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കുകൾ പറയാൻ അറിയാമോ? ടീച്ചർക്കറിയാം. തത്ത, തല. തത്ത നിങ്ങൾക്കറിയില്ലേ? തത്തമ്മ. തല നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ തല. ഇനിയും വാക്കുകളുണ്ട്. ആ വാക്കുകൾ നിങ്ങൾ കണ്ടെത്താമോ? തത്തയുടെ ചിത്രം ഉണ്ടോ എന്ന് ടീച്ചർ നോക്കട്ടെ. ഇതാണ് തത്ത. കണ്ടോ? തത്ത. ഇവിടെ ഒരു താ വന്നത് കണ്ടോ? തത്തയുടെ നിറം എന്താണ്? പച്ച നിറം അല്ലേ. സംസാരിക്കുന്ന പക്ഷി ഏതാണ്? തത്ത. തത്തയ്ക്ക് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് സംസാരിക്കുന്ന പക്ഷി തത്ത എന്ന് പറയുന്നത്. തത്തയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നറിയാമോ? പച്ച നിറമാണ്, കഴുത്തിലൊരു ചുവന്ന വളയമുണ്ട്, സംസാരിക്കുന്ന പക്ഷിയാണ് അല്ലേ. നമ്മുടെ ഈ തത്തയ്ക്ക് കഴുത്തിൽ ചുവന്ന മാല പോലെയുള്ള വളയം ഇല്ല അല്ലേ. തല കണ്ടോ? തല. ഇനി ടീച്ചർ ഒരു പാട്ട് നിങ്ങളെ കേൾപ്പിക്കാമേ. ടീച്ചർ പാടട്ടെ ഒരു പാട്ട്. കൂട്ടിലിരിക്കും തത്തമ്മയ്ക്ക് മാനത്തൊന്നു പറക്കേണം. കൂടെ പാടൂ. കൂട്ടിലിരിക്കും തത്തമ്മയ്ക്ക് മാനത്തൊന്നു പറക്കേണം, നാടും നഗരവും കാണേണം, തത്തി തത്തി നടക്കേണം. നാടും നഗരവും കാണേണം, തത്തി തത്തി നടക്കേണം. ഒന്നുകൂടി പാടിക്കോളൂ. കൂട്ടിലിരിക്കും തത്തമ്മയ്ക്ക് മാനത്തൊന്നു പറക്കേണം, നാടും നഗരവും കാണേണം, തത്തി തത്തി നടക്കേണം. നല്ല പാട്ടാണോ? നിങ്ങൾ പാടാൻ ശ്രമിക്കുമോ? എങ്കിൽ ടീച്ചർ മറ്റൊരു പാട്ടുകൂടി നിങ്ങളെ കേൾപ്പിക്കാം. ഇനി മറ്റൊരു മലയാളം ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ ടാറ്റാ. ഹായ് മൈ സ്വീറ്റ് കിഡ്സ്, സുഖമായിരിക്കുന്നു എല്ലാവരും? ഇപ്പം നിങ്ങൾ 2 കാര്യങ്ങൾ പഠിച്ചില്ലേ? ബിഗ് സ്മോൾ. ബിഗ് സ്മോൾ പഠിച്ചില്ലേ? ബിഗ്ഗസ്റ്റ് ആനിമൽ ഏതാണെന്നാണ് മിസ് പഠിപ്പിച്ചത്? ബിഗ്ഗസ്റ്റ് ആനിമൽ എലിഫൻറ്റ്. നമ്മുടെ കരയിലെ ബിഗ്ഗസ്റ്റ് ആനിമൽ എലിഫൻറ്റ് പഠിച്ചില്ലേ? പിന്നെ നമ്മൾ പഠിച്ചെന്താണ്? ലോ ഷോർട്ട്, നീളമുള്ളതും നീളം കുറഞ്ഞതും. നീളമുള്ളതും നീളം കുറഞ്ഞതും പഠിച്ചായിരുന്നോ? ലോങ് ആൻഡ് ഷോർട്ട്. സ്നേഹിനെയൊക്കെ കാണിച്ച് മിസ് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? നിങ്ങളുടെയൊക്കെ വീഡിയോ മിസ് കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് മിസ് മനസ്സിലായി. നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്ന് മിസ് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ടോൾ ആൻഡ് ഷോർട്ട്. ടോൾ ആൻഡ് ഷോർട്ട്. നമ്മുടെ വീട്ടിലെ
ഏറ്റവും പൊക്കമുള്ളത് ആർക്കാണ്? ടോൾ എന്ന് പറഞ്ഞാൽ പൊക്കമുള്ളത്, നല്ല പൊക്കമുള്ളത് വീട്ടിൽ ആർക്കാണ്? നിങ്ങൾക്കാണോ? അതോ പപ്പായ്ക്കാണോ, അമ്മയ്ക്കാണോ? ആർക്കാ പൊക്കമുള്ളത്? ചേട്ടനോ ചേച്ചിക്കൊക്കെയാണോ? ആർക്കാടാ ഉള്ളത്? ഉറക്കെ പറഞ്ഞേ, ആർക്കാ? പപ്പായ്ക്ക്. ശരിയാ, ഉത്തരം പറഞ്ഞത് ശരിയാ, പപ്പായ്ക്ക്. പപ്പ ഏറ്റവും പൊക്കമുള്ളത്. അത് കഴിഞ്ഞ് അമ്മ, അത് കഴിഞ്ഞ് ചേട്ടനുണ്ടെങ്കിൽ ചേട്ടൻ, ചേച്ചി ഉണ്ടെങ്കിൽ ചേട്ടൻ. നിങ്ങൾ കുഞ്ഞു പാവകളെ അല്ലേ? നിങ്ങൾ ചെറുതാ, ഷോർട്ടാ. പതുക്കെ പതുക്കെ ചോറൊക്കെ ഉണ്ട്, അപ്പമൊക്കെ തിന്ന് വലുതായി ടോളായിക്കോളും കേട്ടോ. ആ പപ്പാടെ അടുത്ത് എന്നിട്ട് പറയണം, പപ്പ ടോൾ, ഞാൻ ഷോർട്ട്. പപ്പാടെ അടുത്ത് നിന്ന് പറയണം. അമ്മയുടെ അടുത്ത് നിന്ന് പറയണം. അമ്മയുടെ അടുത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ അമ്മ ടോൾ, നിങ്ങൾ ഷോർട്ട്. പറയുമോ? ഇപ്പോൾ ഇവിടെ മിസ് ടോൾ ഷോർട്ട് നിങ്ങളെ കാണിക്കാം. ലുക്ക് ഹിയർ, ദിസ് ഇസ് ടോൾ, ദിസ് ഇസ് short. This is tall. The trophy is, this trophy is tall. This trophy is short. Look here. This is tall. This is short. This is tall. This is short. നിങ്ങളുടെ വീട്ടിൽ ട്രോഫികളുണ്ടോ? ചേട്ടന്മാരും ചേച്ചിമാരും കൊണ്ടുവന്നൊക്കെ ഉണ്ടോ? ചിലത് നല്ല പൊക്കമുള്ളതായിരിക്കും അല്ലേ? ചെറുതായിരിക്കും. ഫസ്റ്റൊക്കെ കിട്ടുവാണെങ്കിൽ പൊക്കമുള്ളത് കിട്ടും, വലുത്. നമുക്ക് സ്കൂളിൽ വരുമ്പോൾ പാട്ടൊക്കെ പാടി ആക്ഷൻ സോങ് ഒക്കെ കളിച്ച് ഡാൻസൊക്കെ ചെയ്ത് നമുക്ക് ട്രോഫികൾ മേടിക്കണം സ്കൂളിൽ നിന്ന് കേട്ടോ. കൊറോണ കഴിയട്ടെ, നമുക്ക് സ്കൂളിൽ വന്ന് നല്ലോണം കോമ്പറ്റീഷനൊക്കെ അടിച്ച് പൊളിച്ച് മേടിച്ച് സമ്മാനം, ഇങ്ങനത്തെ സമ്മാനങ്ങളൊക്കെ മേടിക്കണം. മേടിക്കൂല? അടുത്ത നമുക്ക് നോക്കാം. ഇതാരാ നോക്കിക്കേ, ജിറാഫ്. ജിറാഫ് ടോളസ്റ്റ് ആനിമലാണ്. ജിറാഫ് ടോളസ്റ്റ് ആനിമലാണ് ജിറാഫ്. മൃഗങ്ങളിൽ ഏറ്റവും പൊക്കമുള്ള ആനിമലാണ് ജിറാഫ്. ഷോർട്ടസ്റ്റ് കോക്രോച്ച്. കണ്ട കോക്രോച്ച് ഷോർട്ട്. സ്കാൻഡിൽ, this is short and this is tall. The scandal is tall and this is short. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനെ തിരി? മിസ്സിനെ കാണിച്ചു തരണേ. ഇവിടെ നോക്കി, അടുത്ത് നോക്കി, ഫ്ലവർ വേസ്. ഹായ്, ബ്യൂട്ടിഫുൾ ഫ്ലവർ വേസ്. ദിസ് ഇസ് ടോൾ ആൻഡ് ദിസ് ഇസ് ഷോർട്ട്. ദിസ് ഇസ് ഷോർട്ട് ആൻഡ് ദിസ് ഇസ് ടോൾ. സേ ലൗഡ്ലി, ടോൾ, ഷോർട്ട്, ടോൾ, ഷോർട്ട്, ഷോർട്ട്, ടോൾ, ഷോർട്ട്, ടോൾ, ഷോർട്ട്, ടോൾ. Say loudly, short, tall, tall, short, tall, short. Okay, look here. What is this? നിങ്ങളുടെ വീട്ടിലുണ്ടോ? എന്താ ഇത്? ഡോൾസ് അല്ലേ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇത്ര പൊക്കമുള്ള ഡോളുണ്ടോ? ഇത്ര ടോൾ ഡോളുണ്ടോ? ഉണ്ടോ? This is a tall, this short. Hi കൊടുത്തേ. Hi kids. Hi kids. Isn't it sweet kids? ഇഷ്ടപ്പെട്ടോ? ഉറക്കെ പറഞ്ഞേ. Say loudly. This is tall. This is short. This is tall. This is short. ഇപ്പൊ ടോൾ ഷോർട്ടും എല്ലാവരും പഠിച്ചില്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന ടോളും ഷോർട്ടും ഒക്കെ എടുത്ത് മിസ്സിന് വീഡിയോ അയച്ചു തരണം. കഴിഞ്ഞ പ്രാവശ്യം അയച്ചതുപോലെ നല്ല മനോഹരമായിട്ടുള്ള വീഡിയോകൾ. മിസ് ഇനി അടുത്തതായി പറയാം, നമ്മുടെ ബട്ടർഫ്ലൈ ബുക്സ് ഇല്ലേ? ബട്ടർഫ്ലൈ ബുക്സിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ മിസ് പഠിപ്പിക്കാം. ലുക്ക് അറ്റ് ദ ബോർഡ്. ഓക്കെ മക്കളെ, ബോർഡിലോട്ട് നോക്കിക്കേ. ലുക്ക് അറ്റ് ദ ബോർഡ്. വിച്ച് ഈസ് ടോൾ? ഇതിൽ പൊക്കമുള്ളത് ആർക്കാണ്? ഓസ്ട്രിച്ചിനാണോ ഹെന്നിനാണോ? ഇത് കോക്ക അല്ലേ? കോക്കിനാണോ? ഓസ്ട്രിച്ച് ഇസ് ടോൾ, കോക്ക് ഈസ് ഷോർട്ട്. നിങ്ങളുടെ വീട്ടിൽ കോഴിയമ്മയുണ്ടോ? പൂവൻ കോഴിയുണ്ടോ? പൂവൻ കോഴി, കൊക്കരക്കോ പോയിട്ട് പൂവൻ കോഴിയുണ്ടോ? ആ നോക്കി, ഓസ്ട്രിച്ച് എന്ന് പറയുന്ന ബേർഡ്സിൽ വലിയത്, ഏറ്റവും പൊക്കമുള്ള ബേർഡ്സിനകത്ത് ഏറ്റവും പൊക്കമുള്ളതാണ് ഓസ്ട്രിച്ച്. ഓസ്ട്രിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഓസ്ട്രിച്ചിന് വളരെ വേഗത്തിൽ ഓടും ഓസ്ട്രിച്ച്.
കേട്ടോ. ഓസ്ട്രിച്ച് ഈസ് ടോൾ, ഹോക്ക് ഈസ് ഷോർട്ട്. അടുത്ത ആരാ നോക്കിയേ? കോക്കനട്ട് ട്രീ. നമ്മുടെ വീട്ടിലൊക്കെ കോക്കനട്ട് ട്രീ ഇല്ലേ? അമ്മ കറിക്ക് തേങ്ങ ഒക്കെ ചേർത്തിയല്ലേ, ആ തേങ്ങ കിട്ടുന്ന ട്രീ ആണിത്, കോക്കനട്ട് ട്രീ. കണ്ടോ? ഈ അടുത്ത ആരാ നിൽക്കുന്ന നോക്കിയേ? ഹായ്, നല്ല റോസപ്പൂ. ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ റോസപ്പൂ? ഏതൊക്കെ കളർ റോസപ്പൂ ഉണ്ട്? റെഡ്, യെല്ലോ, വൈറ്റ് അല്ലേ? പല കളറുള്ള റോസപ്പൂ ഉണ്ട്. എല്ലാ റോസപ്പൂ കാണാനും നല്ല രസമാണ്. ഇതില്ല ഏതാണ് ടോൾ? ഇതാണോ ഇതാണോ? ദിസ് വൺ ഓർ ദിസ് വൺ? ദിസ് ഇസ് എ ടോൾ. കോക്കനട്ട് ട്രീ ഈസ് ടോൾ. റോസ് പ്ലാന്റ് ഈസ് ഷോർട്ട്. ചെറിയ റോസ് പ്ലാന്റ് അല്ലേ? അടുത്ത ആരാ നിൽക്കുന്ന നോക്കിയേ? ഹായ്, ജിറാഫ് ചേട്ടൻ. ആണോ? ജിറാഫ് ഈസ് ടോൾ. ടോളസ്റ്റ് ആനിമൽ ആരാന്ന് അറിയാമോ? ജിറാഫ്. കണ്ണിങ് ആനിമൽ ദേണ്ട നിൽക്കുന്നു. ആരാന്ന് നോക്കിയ? സൂത്രശാലി, കുറുക്കച്ചൻ, ഫോക്സ്. കണ്ടിട്ടുണ്ടോ കുറുക്കച്ചനെ? സൂവിലൊക്കെ പോകുമ്പം ജിറാഫിയെ ഫോക്സിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആ, കണ്ടിട്ടുണ്ടല്ലേ. ആനിമൽ ഫോക്സ്. ഏറ്റവും പൊക്കമുള്ള മൃഗമാണ്, ആനിമലാണ് ജിറാഫ്. കണ്ണിങ് ആനിമൽ, സൂത്രശാലിയാണ് ഫോക്സ്. ഇപ്പം നമുക്ക് മനസ്സിലായോ? പൊക്കം ഉള്ളതാണ് ജിറാഫ്, പൊക്കം കുറഞ്ഞത് ഫോക്സ്. ഇവിടെ നോക്കിക്കേ, ഇത് ആരുടെയാ ഡ്രസ്സ്? ഇത് നിങ്ങളുടെയാണോ? ഇത് പപ്പായുടെ. ഷോർട്ട്. ഇതിലേതാണ് ഷോർട്ട്? വിച്ച് വൺ ഈസ് ഷോർട്ട്? ദിസ് വൺ ഓർ ദിസ് വൺ? പപ്പായുടെ ആണോ മക്കളുടെയാണോ ഷോർട്ട്? ആരുടെയാ? ദിസ് ഇസ് ഷോർട്ട്. നെക്സ്റ്റ് വൺ, ക്രയോൺസ്. ക്രയോൺസ് ആണോ ഇറൈസർ ആണോ ഷോർട്ട്? ദിസ് വൺ ഓർ ദിസ് വൺ? നിങ്ങളുടെ കയ്യിലുണ്ടോ ഇത്? ഒന്ന് കൈ വെച്ച് നോക്കിക്കേ, ഏതാ ഷോർട്ടെന്ന് നോക്കിക്കേ. ഇതാണോ ഇതാണോ ഷോർട്ട്? നിങ്ങൾ പിടിച്ച് നോക്കിക്കേ. ദിസ് വൺ ഈസ് ഷോർട്ട്. അടുത്ത നോക്കിക്കേ, ഫ്ലാറ്റ് ആൻഡ് ഹൗസ്. ഷോർട്ട് വൺ ഏതാണ്? വിച്ച് ഈസ് ഷോർട്ട്? ദിസ് വൺ ഓർ ദിസ് വൺ? ഇതാണോ? ഇതാണോ ചെറുത്? ഇതാണോ പൊക്കം കുറഞ്ഞത്? ഇതാ അല്ലേ? ദിസ് ഈസ് ഷോർട്ട്. ഇപ്പം മകൾക്ക് മനസ്സിലായോ ഷോർട്ട് ഏതാണ്? ഓക്കെ. നോക്കിക്കേ, ഇത് നമ്മുടെ സ്കൂളിലുള്ള ഒരു ട്രീ ആണ്. നോക്കിക്കേ, ചെറിയ ട്രീ അല്ലേ? ദിസ് ഇസ് ഷോർട്ട്. ഷോർട്ട് ട്രീ. അതെ. ബിഗ് ട്രീ നോക്കിക്കേ, ഹായ്, ടോളാണ്. ദിസ് ഈസ് ടോൾ. ദിസ് ഈസ് ഷോർട്ട്. ദിസ് ഈസ് ടോൾ.